ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നത് എൻ്റെ ഡയറിയിലെ ഏറ്റവും നല്ല പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാനല്ല. ഞാൻ പ്രസംഗിക്കാൻ വന്ന ആളല്ല. എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രസംഗകനാവണം. അതെൻ്റെ ആഗ്രഹമായിരുന്നു. ഞാൻ അതിനുവേണ്ടി വളരെ അധ്വാനിച്ചിട്ടുണ്ട്. ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആയിൽ തുടങ്ങിയാൽ പിന്നെ 10 മിനിറ്റ് ആ കൊണ്ട് തന്നെ പ്രസംഗിക്കും. ഇപ്പം ഈ ആ കൊണ്ട് പ്രസംഗിച്ച് ആ കൊണ്ട് പറഞ്ഞ് ഈ 10 മിനിറ്റ് കഴിയുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ ആന്ന് പറഞ്ഞിരിക്കും. നിങ്ങളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. സെമിനാരി പഠനം കഴിഞ്ഞ് അതിനുവേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്ത് കേരളത്തിൻ്റെ കൺവെൻഷൻ മൈതാനങ്ങളിൽ പ്രാസങ്ങൾ പഠിച്ച് ജനങ്ങളെ അമ്പരപ്പിച്ച ഒരു പ്രസംഗകനായി. പക്ഷെ ഒരു എൻകൗണ്ടർ എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചു. കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചത് ഒരു പ്രീച്ചറായിട്ടല്ല, ഒരു റിവീലറായിട്ടാണ്. ഇവിടെ ഒരുപാട് പ്രസംഗകരുണ്ട്, പക്ഷെ പിതാവിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്ന, പിതാവിൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുന്ന പുത്രന്മാരില്ല. ഇതെൻ്റെ എൻകൗണ്ടറായിരുന്നു. കർത്താവിനോട് ചോദിച്ചു, നിനക്ക് പ്രസംഗകനാകണോ പുത്രനാകണോ? ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞു. അന്നാണ് എനിക്ക് സത്യത്തിൽ ഇങ്ങനെയൊക്കെ കാര്യമുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ പറഞ്ഞു, എനിക്ക് പുത്രനായാൽ മതി. പ്രസംഗകൻ ചരിത്രത്തെ തുറക്കും, പുത്രൻ ഹൃദയത്തെ തുറക്കും. ഈ ഒരു എൻകൗണ്ടറിന് ശേഷം ദൈവം എൻ്റെ ലൈഫിൽ വെളിപ്പാടുകളെ തുറക്കാൻ തുടങ്ങി. റെവലേഷൻ. ഈ വെളിപ്പാടുകൾ എവിടെ തുറക്കപ്പെട്ടോ അവിടെ ഞാൻ രൂപാന്തരപ്പെടാൻ തുടങ്ങി. സെർമൺസ് അല്ല നമ്മെ ട്രാൻസ്ഫോം ചെയ്യിക്കുന്നത്, റെവലേഷൻസാണ്. വെളിപ്പാടുകൾക്ക് സൃഷ്ടിക്കാൻ കഴിയും, വെളിപ്പാടുകൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. കഴിഞ്ഞ 5 വർഷം കൂടി ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് പണമല്ല, വെളിപ്പാടാണ്. ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ആളായിരുന്നു ഞാൻ, ഒരു ശേഷിയില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഈ വെളിപ്പാടുകൾ എന്നെ കപ്പാസിറ്റി ഉള്ളവനാക്കി മാറ്റി. ഈ വെളിപ്പാടുകൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഈ വെളിപ്പാടുകൾ എൻ്റെ ചർച്ചിൻ്റെ നിലവാരം മാറ്റിമറിച്ചു. ഈ വെളിപ്പാടുകൾ എൻ്റെ ശുശ്രൂഷയെ മാറ്റിമറിച്ചു. ഈ വെളിപ്പാടുകൾ എന്നെ വിശാലമാക്കി. ഈ വെളിപ്പാടുകൾ എന്നെ വളർത്തി. ഈ വെളിപ്പാടുകൾ എന്നെ ഉയർത്തി. എന്നെ രൂപാന്തരപ്പെടുത്തിയ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നത്. എനിക്കിതിൽ 100% കോൺഫിഡൻ്റ് ആണ്. ഈ റെവലേഷൻ നിങ്ങളെ തൊട്ടിരിക്കും. എന്തുകൊണ്ടെന്നറിയോ? ഇത് എന്നെ തൊട്ടതാണ്, ഇത് എന്നെ ചേഞ്ച് ചെയ്തതാണ്, എൻ്റെ ഫാമിലിയെ ചേഞ്ച് ചെയ്തതാണ്, എൻ്റെ ചർച്ചിനെ ചേഞ്ച് ചെയ്തതാണ്, എൻ്റെ അടുത്ത് വന്ന ഒരുപാട് ചെറുപ്പക്കാരെ ചേഞ്ച് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് രാത്രി ഈ വെളിപ്പാടുകളെ നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കണം. ആമേൻ, ആമേൻ. എല്ലാവർക്കും വളരണമെന്നാണ് ആഗ്രഹം? ഇല്ല, ഇല്ല. എല്ലാവർക്കും വർദ്ധിക്കണമെന്ന ആഗ്രഹം, എല്ലാവർക്കും വാഴണമെന്ന ആഗ്രഹം. ഇത് 3 നമ്മുടെ ലൈഫിൽ നടക്കണമെങ്കിൽ ഒരു കാര്യം നടക്കണം: നമ്മൾ നിലനിൽക്കണം. ദൈവം നമുക്ക് തുറന്നിരിക്കുന്ന അന്തരീക്ഷത്തിനകത്ത് നിലനിൽക്കണം. എവിടെയാണോ നാം നിലനിൽക്കുന്നത് അവിടെയാണ് നാം വളരുന്നത്. എവിടെയാണോ നാം നിലനിൽക്കുന്നത് അവിടെയാണ് നാം വർദ്ധിക്കുന്നത്. എവിടെയാണോ നാം നിലനിൽക്കുന്നത് അവിടെയാണ് നാം വാഴുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്പിരിച്വൽ ക്ലൈമറ്റിനകത്ത് നിലനിൽക്കുന്നവൻ വളരും. നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ തൻ്റെ ജനത്തെ നിലനിർത്തി. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങൾക്ക് വരാൻ പോകുന്ന വർഷം നിങ്ങളുടെ അകത്ത് ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിലനിൽക്കും. കരമടിച്ചു സ്വീകരിക്കുക, കരമടിച്ചു സ്വീകരിക്കുക. നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തെ ദൈവം തുറന്നു തരും.
ഫിസിക്കലി, സ്പിരിച്വലി, എക്കണോമിക്കലി നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അത് നിലനിൽക്കും. നിങ്ങൾ ആമേൻ പറയുന്നുണ്ടോ? നഷ്ടങ്ങളുടെ കണക്കെടുക്കരുത്, അത് നമുക്കുള്ളതല്ല. നഷ്ടങ്ങളെ ഓർത്തിരിക്കരുത്, നഷ്ടങ്ങളുടെ കണക്ക് പിടിച്ചിരിക്കരുത്, അതൊരിക്കലും എടുക്കരുത്. ദൈവം നമ്മെ നിലനിർത്താൻ പോവാ. നമ്മുടെ ദൈവം നിലനിർത്തുന്നവനാണ്. ചേർന്നാമേൻ പറഞ്ഞോ, നിലനിർത്തുന്നവനാണ്. ആമേൻ. നിങ്ങൾ സത്യം കേൾക്കുകയും സത്യത്തെ വിശ്വസിക്കുകയും സത്യത്തെ സ്നേഹിക്കുകയും സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരുമാണ്. ആമേൻ. ഇന്ന് ഞാൻ 1-2 സത്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാം, ഒരുമിച്ച് സംസാരിക്കാം. ഞാൻ നിങ്ങളെ തൊട്ടില്ലെങ്കിലും നിങ്ങൾ ഈ വചനത്തെ തൊടണം. ആമേൻ. ധൈര്യത്തോടെ ഇതിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് എന്തും സൃഷ്ടിക്കാൻ ഒന്നുമില്ലായ്മ എന്ന സോണ് മതി. ഹി ക്രിയേറ്റഡ് എവരിത്തിങ് ഔട്ട് ഓഫ് നത്തിങ്. അങ്ങനെ ഒരു ലൈഫ് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എന്നെക്കാളും ശ്രേഷ്ഠരാണ് നിങ്ങൾ, എന്നെക്കാളും കഴിവുറ്റവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ശ്രേഷ്ഠത പോലും പറയാൻ എനിക്കില്ല. ഞാൻ ശ്രീദേവിയുടെയും മോഹനൻ്റെയും മകനായിട്ട് ജനിച്ചയാളാണ്. യേശു എന്ന് ഞാൻ കേൾക്കുന്നത് 17-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. ബൈബിൾ എന്തെന്ന് എനിക്കറിയില്ല, ഇതിനകത്തുള്ളതൊന്നും എനിക്കറിയത്തില്ല. എല്ലാം തകർന്നു പോയ ഒരാളാണ് ഞാൻ. ജനിച്ച എൻ്റെ ജനന സമയം നോക്കി ജാതകം എഴുതിയ എൻ്റെ കുടുംബ ജ്യോത്സ്യൻ എൻ്റെ ജാതകത്തിൽ എഴുതി നിറച്ചത് മുഴുവൻ എനിക്ക് വിരോധമായിരുന്നു. എൻ്റെ ജനനം ഒരു ശാപമാണെന്ന് അദ്ദേഹം എഴുതി. ഞാൻ വളർന്നാൽ എൻ്റെ കുടുംബം നശിക്കുമെന്ന് എഴുതി. എൻ്റെ വളർച്ച എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയാണെന്ന് എഴുതി. എന്നാണോ ഈ ജാതകം എൻ്റെ വീട്ടുകാർ വിശ്വസിക്കാൻ തുടങ്ങിയത്, അന്ന് അതിലെന്തെഴുതിയോ അതെൻ്റെ കുടുംബത്തിൽ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങി. പിശാചു പറഞ്ഞതായാലും ദൈവം പറഞ്ഞതായാലും നിന്നിൽ ആക്ടിവേറ്റ് ആകണമെങ്കിൽ നീ വിശ്വസിക്കണം. പിശാചിന് ഒരുപാട് കാര്യം പറയാനുണ്ട്, പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കാത്തിടത്തോളം കാലം അത് എന്നിലൊരു സ്വാധീനവുമില്ല. എവിടെയോ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവന് നമ്മെ സ്വാധീനിക്കാൻ കഴിയുന്നത്. ദൈവം പറഞ്ഞത് വിശ്വസിക്കുക, ദൈവം പറഞ്ഞത് മാത്രം പറയുക. ദൈവം പറയാൻ ഇഷ്ടപ്പെടുന്നത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് എന്തൊക്കെയോ പറയാൻ ആഗ്രഹമുണ്ട്, അത് ഞാൻ പറയണം. ആമേൻ പറഞ്ഞു. കാരണം ഈ ലോകത്തിൻ്റെ എല്ലാ സൃഷ്ടികളിലും അതിൻ്റേതായ ഒരു ഗ്ലോറി കിടപ്പുണ്ട്, ഒരു എക്സലൻസ്, ഒരു മഹത്വം, ഒരു ബ്യൂട്ടി. അത് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ എല്ലാ സൃഷ്ടികളിലും ഉണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കും. അതിനകത്തെല്ലാം ഒരു ഗ്ലോറി ഉണ്ട്. ദൈവം സൃഷ്ടിച്ച സകലത്തിലും ഒരു മഹത്വം വച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം സൃഷ്ടിച്ച നമ്മിൽ മാത്രം ദൈവം തൻ്റെ ഇമേജ് വച്ചിട്ടുണ്ട്. എൻ്റെ മേൽ ദൈവം വച്ചത് തൻ്റെ ഇമേജാണ്. എന്നെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താൻ. അടുത്തയാളോട് പറഞ്ഞ്, നിന്നെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താനാന്ന് പറഞ്ഞു. നന്നായിട്ട് പറയണം. ഞാൻ പ്രവചിക്കുന്നതിനേക്കാൾ പവറാണ് നിങ്ങൾ തമ്മിൽ പ്രവചിക്കുന്നത്. നിങ്ങൾ എന്തിനാ സൃഷ്ടിച്ചേ? അതെൻ്റെ അപ്പൻ മുൻകോപമായിരുന്നു, അമ്മ അങ്ങനെ ആയിരുന്നു, അപ്പാപ്പൻ ഇങ്ങനെ ആയിരുന്നു, മുത്തശ്ശൻ അങ്ങനെ ആയിരുന്നു, പിന്നെ എൻ്റെ വീട്ടുകാരിങ്ങനെ ആയിരുന്നു. ഇതൊന്നുമല്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ക്യാരക്ടർ ഈ ഭൂമിക്ക് കാണിച്ചു കൊടുക്കാനാണ്. ദൈവം നമ്മെ ജനിപ്പിച്ചത് ദൈവത്തിൻ്റെ ഡിസ്പ്ലേ ആയിട്ടാണ്. ഞാൻ നിങ്ങളെ കാണുന്നത് ഒരു വലിയ ഡിസ്പ്ലേ ആയിട്ടാണ്. ദൈവം ആരെന്ന്, ദൈവം എന്തെന്ന്, ഈ ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്, ഈ ദൈവം ആരെന്ന്
ഈ ലോകം കാണുന്നത് നമ്മിലൂടെ. ചേർന്ന് ആമേൻ പറ. ഈ ഞാൻ മുറിവേറ്റവനാണെങ്കിൽ, ഞാൻ തകർന്നവനാണെങ്കിൽ, എന്നിലൂടെ വെളിപ്പെടുന്ന ദൈവം ചിലപ്പോൾ വിരൂപനാവും. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. നമ്മുടെ ദൈവം ആരാന്ന്, പിതാവ് ആരാന്ന് നമുക്ക് മനസ്സിലായത് യേശു വന്നപ്പോഴാണ്. കാരണം പിതാവിനെ ഏറ്റവും നന്നായി മാനിഫെസ്റ്റ് ചെയ്ത ഡിസ്പ്ലേ ആയിരുന്നു സൺ. യേശുവിലാണ് ഈ പിതാവ് ആരാന്ന് മനസ്സിലായി. ന്യായപ്രമാണത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ കാലഘട്ടവും ദൈവത്തെ വെളിപ്പെടുത്തി. നൂറുകണക്കിന് പേരുകൾ അവർ വെളിപ്പെടുത്തി. അതെല്ലാം ദൈവത്തിൻ്റെ സ്വഭാവങ്ങളും പ്രവൃത്തികളുമായിരുന്നു. ഓരോ സമയത്തും അവർ ദൈവത്തെ ഓരോ പേര് വിളിച്ചു. പക്ഷേ പുത്രൻ വരുന്നത് വരെ അപ്പ എന്നൊരു വിളി ഈ ബൈബിളിൽ വന്നിട്ടില്ല. റാഫ, ഷമ്മ, നിസി, എലോഹിം, അഡോണായ്, ഈരേ, ഇങ്ങനെ തുടങ്ങി എണ്ണിത്തീർക്കാൻ കഴിയാത്ത പേര് വരുമ്പോഴും ഹൂ ഈസ് അവർ റിയൽ ഫാദർ, നമ്മുടെ ദൈവം ആരാണ്, ഈ യഥാർത്ഥ പേര് ഇവർക്കാർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പക്ഷെ യേശു വന്നപ്പോൾ യേശു പിതാവിനെ വിളിച്ചത് എൽ ഷഡായ് എന്നല്ല, അഡോണായ് എന്നല്ല, യഹോവ ഈരേ എന്ന് യേശു പറഞ്ഞിട്ടില്ല, യഹോവ ഷമ്മ എന്ന് യേശു പറഞ്ഞിട്ടില്ല, യേശു ഒരു രോഗിയെ സൗഖ്യമാക്കിയിട്ട് റാഫ എന്ന് പറഞ്ഞിട്ടില്ല, യേശു ഒരു രോഗിയെ സൗഖ്യമാക്കിയിട്ട് യഹോവ റാഫ എന്ന് പറഞ്ഞിട്ടില്ല. യേശു എന്ത് ചെയ്തപ്പോഴും ചോദിച്ചവരോട് ഒന്നേ പറഞ്ഞുള്ളൂ, മൈ ഫാദർ. നിങ്ങൾ വളരെ പ്രഷ്യസാണ്. ബിക്കോസ് യു ആർ ദ ലാംഗ്വേജ് ഓഫ് മൈ ഫാദർ. നിങ്ങളാണ് ദൈവത്തിൻ്റെ ഭാഷ. നമ്മിലൂടെയാണ് ഈ ലോകം ദൈവത്തെ നന്നായി കാണേണ്ടത്. മതം ദൈവത്തെ വിരൂപമാക്കി, സംഘടനകൾ ദൈവത്തെ വിരൂപമാക്കി, പ്രസംഗകർ ഗുഡ് ന്യൂസിനെ ബാഡ് ന്യൂസ് ആക്കി. ഗോസ്പൽ ഈസ് എ ഗുഡ് ന്യൂസ്. പക്ഷെ ഇന്നത്തെ പ്രസംഗം കേൾക്കുമ്പോൾ അത് കേൾക്കുന്നവന് ബാഡ് ന്യൂസാണ്. പക്ഷെ ഗുഡ് ന്യൂസ് ആയി മാറണമെങ്കിൽ പുത്രത്വമുള്ളവൻ വരണം. നമ്മെ ദൈവം ഈ ദേശത്ത് എഴുന്നേൽപ്പിച്ചത് പിതാവിനെ വെളിപ്പെടുത്താൻ. ചേർന്നൊരു ഹല്ലേലൂയ പറ. അപ്പൊ ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ എൻ്റെ ലൈഫിനെ തിരിക്കാൻ തുടങ്ങി. വെളിപ്പാടുകൾ ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഈ വെളിപ്പാടുകൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രശ്നം എന്ന് മാറുമെന്നല്ല, നിങ്ങളുടെ പ്രതികൂലം എന്ന് തീരുമെന്നല്ല, നിങ്ങൾക്കെന്ന് വിടുതൽ കിട്ടുമെന്നല്ല, നിങ്ങൾക്കെന്ന് അത്ഭുതമാകുമെന്നല്ല. ഇതൊന്നും പറയാൻ വന്ന ആളല്ല ഞാൻ. ദൈവം എനിക്ക് വേണ്ടി എന്നൊരത്ഭുതം ചെയ്യും. ഇതാണ് 98% ക്രിസ്ത്യാനികളും. പക്ഷെ ദൈവത്തിന് ഇന്ന് രാത്രി നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നല്ല, നീയാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. യു ആർ മൈ മിറാക്കിൾ. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും പ്രഷ്യസ്, ഏറ്റവും വാല്യുബിൾ, ഏറ്റവും വലിയ അത്ഭുതം അത് ഞാനാണ്. അടുത്തയാളോട് പറഞ്ഞേ, ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം ഞാനാണ്. അടുത്തയാളോട് ഞാൻ എന്നോട് പറയാൻ തുടങ്ങി, ദൈവമേ നീ എനിക്ക് വേണ്ടി എന്നൊരത്ഭുതം ചെയ്യും എന്ന പ്രാർത്ഥന ഞാൻ നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരത്ഭുതമാണ്, ഞാനൊരനുഗ്രഹമാണ് എന്ന് ഞാനിത് വിശ്വസിക്കാൻ തുടങ്ങിയോ ഞാനിതായിത്തീർന്നു.
ബൈബിളിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ളതല്ല, ആയിത്തീരാനുള്ളതാണ്. അത് നല്ല മെസ്സേജസുകളല്ല, ആയിത്തീരാനുള്ളതാണ്. പൗലോസിൻ്റെ വാക്കുകളുടെ പ്രസക്തമായ സ്റ്റേറ്റ്മെൻ്റാണ് അറിയുക, ആയിത്തീരുക. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ അഭിഷക്തൻ എന്ത് നിങ്ങളെ പഠിപ്പിക്കുന്നോ അത് കേൾക്കാനുള്ളതല്ല, ആയിത്തീരാനുള്ളതാണ്. ആയിത്തീരണം, ആയിത്തീരണം, ആയിത്തീരണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ 3 ബേസ്മെന്റ് നമുക്കുണ്ട്. 3 ബേസ്മെന്റ്. അതിലൊന്ന് ദ റലം ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ തലം. 2 ദ റലം ഓഫ് അനോയിൻറ്റിങ്, അഭിഷേകത്തിൻ്റെ തലം. 3 ദ റലം ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ തലം. ഇത് 3ഉം ഒന്നല്ല, ഇത് 3ഉം 3ആണ്. ദൈവം പറയുന്ന ഏത് കാര്യങ്ങളാകട്ടെ, നമുക്കതിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് വിശ്വാസം വേണം. ചേർന്നൊരു ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു വിശ്വാസമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചിലർ ചോദിക്കും, എൻ്റെ അകത്ത് വിശ്വാസമില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ യേശുവിനെ സ്വീകരിച്ചത്? അതെ, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന റലാംസുകൾ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് വ്യാപരിക്കേണ്ട ഒരു ഫെയ്ത്ത് ഉണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. ഈ ഫെയ്ത്ത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. എല്ലാവരും യേശുവിനെ വിശ്വസിക്കുന്നു, എല്ലാവരും യേശു പറഞ്ഞത് വിശ്വസിക്കുന്നു, എല്ലാവരും യേശു ചെയ്തത് വിശ്വസിക്കുന്നു. എത്ര പേർ യേശുവിനെ പോലെ വിശ്വസിക്കുന്നു? നിങ്ങളെന്നെ ശ്രദ്ധിക്കണം, കാരണം നിങ്ങൾ വളരും, നിങ്ങൾ വർദ്ധിക്കും, നിങ്ങൾ വാഴും. എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് പാസ്റ്റേ. ആഗ്രഹങ്ങളിൽ ജീവിക്കരുത്. സഹോദരൻ പറഞ്ഞില്ല, എല്ലാവരും ആഗ്രഹമുണ്ട്, ആഗ്രഹങ്ങളിലല്ല ജീവിക്കണം. ദൈവം ഞാൻ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച ദൈവത്തിൻ്റെ ആഗ്രഹത്തിൽ ഞാൻ ജീവിക്കണം. ഇപ്പം ഫെയ്ത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ഫെയ്ത്ത് 3 തരത്തിൽ ഫെയ്ത്തുണ്ട്. വിശ്വാസം, ചെറിയ വിശ്വാസമുണ്ട്, വലിയ വിശ്വാസമുണ്ട്, പരിപൂർണമായ വിശ്വാസമുണ്ട്. ലിറ്റിൽ ഫെയ്ത്ത്, ഗ്രേറ്റ് ഫെയ്ത്ത്, പെർഫെക്റ്റ് ഫെയ്ത്ത്. ഇത് 3 ഒന്നല്ല, 3 3ആണ്. ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി പടകിലൂടെ കടലിൽ പോയി. പെട്ടെന്ന് കാറ്റും തിരമാലയും കടലുമൊക്കെ പ്രതികൂലമായി. പടക് മുങ്ങാറായി. വള്ളത്തിൽ നിന്ന ശിഷ്യന്മാരെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ നിൽക്കുക. അവർ മാക്സിമം ശ്രമിച്ചു. അവർക്ക് മനസ്സിലായി, ഇനി ഞങ്ങളെ കൊണ്ട് ഇതിനെ ജയിക്കാൻ കഴിയില്ല. അവർ യേശുവിനെ വിളിച്ചുണർത്തി. ഞാനായിരുന്നു എങ്കിൽ എഴുന്നേറ്റ് അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞേനെ, ഗ്രേറ്റ്, നിങ്ങൾ എന്നെ വിളിച്ചല്ലോ. പക്ഷെ യേശു എഴുന്നേറ്റിട്ട് പറഞ്ഞത്, അല്പവിശ്വാസികളെ. ഒരു സുവിശേഷത്തിൽ അല്പവിശ്വാസികളെ, അതേ ഇൻസിഡന്റ് അടുത്ത സുവിശേഷത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലയോ? അടുത്ത സുവിശേഷത്തിൽ നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങൾ എന്നെ കേട്ടോ? ഞാനോ വിനോദ് പാസ്റ്ററോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത ശനിയാഴ്ച പലരും ഇവിടെ കാണില്ല. ഭയങ്കര കാര്യം ചെയ്തെന്നും പറഞ്ഞ് പത്രോസ് വിളിക്കുക, എന്തോ വലിയ കാര്യം മറച്ചു എന്ന് പറഞ്ഞ് യോഹന്നാൻ വിളിക്കുക. ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിന്റെ വിശ്വാസം ഇവിടെ. നമ്മുടെ അടുത്ത് പ്രാർത്ഥനാ വിഷയമായിട്ട് ഒരാൾ വരിക, പാസ്റ്ററെ ഞാൻ പ്രതികൂലത്തിലാണ്, ഞാൻ പ്രതിസന്ധിയില്ല, ഞാൻ ഇപ്പോൾ തകരും, ഞാൻ നാളെ തകരും എന്ന് പറയുന്നവനോട് നിനക്ക് വിശ്വാസം ഇല്ലയോ അല്പവിശ്വാസിയെ എന്ന് ഞാൻ പറഞ്ഞാൽ
പിന്നത്തെ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ ഇന്നും വിശ്വസിക്കുന്നത് പ്രതികൂലം വരുമ്പോൾ യേശുവിനെ വിളിക്കുന്നതാണ് വിശ്വാസം. There's a little faith. ആ വിശ്വാസം കൊണ്ട് അടുത്ത റലാംസുകളിൽ സഞ്ചരിക്കാൻ കഴിയില്ല. നമ്മളിപ്പോഴും പ്രതികൂലം വരുമ്പോൾ യേശുവിനെ വിളിക്കുക, കഷ്ടത വരുമ്പോൾ യേശുവിനെ വിളിക്കുക, പ്രതിസന്ധി വരുമ്പോൾ യേശുവെ എന്ന് വിളിക്കുക. പക്ഷെ യേശുവെ എന്ന് വിളിച്ചവരോട് യേശു ചോദിക്കുക, നിങ്ങളുടെ വിശ്വാസം എവിടെ? നമ്മുടെ വിശ്വാസത്തിൻ്റെ തലം മാറണം. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും. ഞാൻ ചലഞ്ച് ചെയ്താണ് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പ്രതിസന്ധിക്കകത്ത് യേശുവിനെ വിളിക്കുക എന്ന് പറയുന്നത് LKG, അംഗൻവാടിയുടെ പിള്ളേരാണ്. പ്രതികൂലത്തിൽ യേശുവിനെ വിളിക്കും. യേശു എഴുന്നേറ്റ് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? യേശു കാറ്റിനോട് സംസാരിച്ചു, കടലിനോട് സംസാരിച്ചു. കാറ്റും കടലും ശാന്തമാണ്. അപ്പൊ യേശു ആഗ്രഹിച്ചത് എന്തായിരുന്നെന്നറിയോ? യേശുവിനെ വിളിക്കണമെന്നല്ല, ഈ പ്രതികൂലത്തോട് നിങ്ങൾ സംസാരിക്കണമെന്നതാണ്. നിങ്ങൾക്കൊരു സൂപ്പർ നാച്ചുറൽ പേഴ്സണായി മാറാം. എവിടെ, എങ്ങനെ? ഒരു പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഒരു പ്രതികൂലത്തെ യേശു എങ്ങനെ ഡീൽ ചെയ്തു, അങ്ങനെ ഡീല് ചെയ്യാൻ നിങ്ങൾക്ക് സ്പിരിച്വൽ മാച്യൂരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലും കാറ്റടങ്ങും. ഈ ദിവസങ്ങളിൽ അങ്ങനൊരു ഫെയ്ത്ത് റലം ദൈവം ഇതിനകത്ത് ഓപ്പൺ ചെയ്യും. എന്ന് പറഞ്ഞാൽ 2024 നിങ്ങൾ വിശ്വാസത്താൽ അസാധാരണമായ കാര്യങ്ങളെ പിടിച്ചടക്കും. സിമ്പിളായിട്ട് നിങ്ങൾ പിടിച്ചടക്കും. പ്രാർത്ഥിക്കണം. യേശു അവിടെ സംസാരിച്ചത് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസം. അല്പവിശ്വാസം പ്രതികൂലത്തിൽ യേശുവിനെ വിളിക്കും. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പടകിലും യേശു കടലിലുമായിട്ട് വന്നു. ഇവർ പടകിലും യേശു കടലിലും. യോഹന്നാൻ പറഞ്ഞു, വരുന്നത് യേശുവാന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, നീ യേശുവാണെങ്കിൽ എത്രയും വേഗം എൻ്റെ പടകിൽ വരണമെന്നല്ല, എത്രയും വേഗം ഞാൻ നിൻ്റെ അടുത്ത് വരും. യേശു പത്രോസിനെ ശാസിച്ചില്ല, അടങ്ങിയിടാന്ന് പറഞ്ഞില്ല. ഒരു കാറ്റടിച്ചപ്പോൾ അലറി വിളിച്ചവനെ മിണ്ടാതിരിടാന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞു, കം, ദാറ്റ്സ് മൈ ജീസസ്. എന്താണെന്നറിയോ? അവൻ നിൽക്കുന്നിടത്ത് നീ നിൽക്കണമെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. കമോൺ, ഒരുമിച്ച് ആമേൻ പറഞ്ഞു. യേശു ചലിക്കുന്നിടത്ത് നിങ്ങൾ ചലിക്കണമെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. യേശു വിളിച്ചു, വരാൻ പറഞ്ഞു. പഴയ നിയമത്തിൽ ചെങ്കടൽ കണ്ടപ്പോൾ ഇസ്രായേൽ ഭയപ്പെട്ടു. ദൈവം വലിയൊരു കാറ്റടിപ്പിച്ച് ചെങ്കടൽ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. പക്ഷെ പുതിയ നിയമത്തിൽ കടലിൽ ഇറങ്ങാൻ പത്രോസ് തയ്യാറായപ്പോൾ യേശു കടലിലെ വെള്ളത്തെ ഐസ് കട്ടയാക്കിയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ അറിയോ? ഇസ്രായേലിന് വേണ്ടി ചെങ്കടൽ വിഭാഗിച്ച് ഉണങ്ങിയ നിലമാക്കിയ ദൈവമേ, ഞാനും ഇതാ കടലിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഞാൻ കാല് വയ്ക്കുന്നതിന് മുമ്പ് ഈ വെള്ളം ഒരു റോഡ് പോലെ ആകട്ടെ. ആകൂല. നമ്മൾ എപ്പോഴും നമ്മുടെ ദൈവത്തെ മറ്റാരിലേക്കോ ഫ്രെയിം ചെയ്ത് കാണുക. ഇസ്രായേലിന് പ്രവർത്തിച്ച ദൈവം, അബ്രഹാമിൻ്റെ കൂടെ നിന്ന ദൈവം, ഇതെല്ലാം നല്ലതാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ കാണേണ്ടത് നിങ്ങളിലാണ്. ആമേ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് എനിക്കിവിടെ സിമ്പിളാണ് പറയുന്നത്. ദാവീദിന് ഒരിക്കലും അറിയില്ലായിരുന്നു ദാവീദ് രാജാവാകും. അറിയായിരുന്നു. പക്ഷെ അറിയുന്നത് പോട്ടെ, പുള്ളിക്ക് ജീവിതത്തിൽ സ്വപ്നം കാണാൻ കഴിയായിരുന്നു പുള്ളി രാജാവാകും. അപ്പൊ അദ്ദേഹം രാജാവാകാൻ വേണ്ടി ആരാധിച്ച ആളല്ല. പുള്ളിയുടെ ആരാധനയ്ക്കകത്ത് എന്നെ രാജാവാക്കണേ എന്നൊരു പ്രാർത്ഥനയില്ല. ഈ നമ്മുടെ
മീറ്റിങ്സുകളിലാണെങ്കിൽ, ഇവിടെ അല്ല, ഈ അല്ലാത്ത കൺവെൻഷനൊക്കെ ഈ ദാവീദ് ഒരു 5 പ്രാവശ്യം പറയണം. ആര്? വർഷിപ്പ് ലീഡർ എന്തോ പറയണം? കാട്ടിക്കിടന്നവനെ രാജാവാക്കി, കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലെത്തിച്ചു, ആരാധിച്ചവനെ ദൈവൻ രാജാവാക്കി എന്ന് പറയുമ്പം ചിലർ കൈയടിക്കും. അത് ആരാധനയല്ല, അത് ആവേശമാണ്. ദാവീദിനെ ദൈവം രാജാവാക്കിയത് കൊണ്ട് ഞാൻ ആരാധിച്ചാലും ദൈവം രാജാവാക്കും. ദൈവം നിങ്ങളെ ഒന്നും ആക്കാൻ പോകുന്നില്ല, നിങ്ങൾ ആരാധിക്കില്ലേ? അങ്ങനെ ആരാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളും ദൈവമായുള്ള ബന്ധം ഒന്നുകൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ലുലു മാളിൽ ഓഫറിൻ്റെ വാർത്ത കേൾക്കുമ്പോൾ ലുലു മാളിൽ പോകും. പോത്തീസിൽ അതിനേക്കാൾ നല്ല ഓഫർ വരുമ്പോൾ അവിടെ പോകും. ദൈവത്തിൻ്റെ കയ്യിലെ ഓഫറുകളല്ല ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം. ഓഫർ കണ്ട് ജീവിക്കരുത്. ഓഫറല്ല നമ്മെ മാറ്റിമറിക്കുന്നത്. ദാവീദിന് അറിയില്ലായിരുന്നു ദാവീദിനെ രാജാവാക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം സങ്കീർത്തനങ്ങൾ എഴുതിയത് സിംഹാസനത്തിൽ ഇരുന്നിട്ടല്ല, കാടിനകത്തിരുന്നിട്ട്. ആ സങ്കീർത്തനങ്ങളെല്ലാം വർഷിപ്പാണ്. അപ്പം എൻ്റെ ചോദ്യം, താങ്കൾ എന്തിനു വേണ്ടി ആരാധിച്ചേ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒന്നിനും വേണ്ടിയല്ല. നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ വിഷയം വേണം, ആരാധന വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണം. ദൈവം ഏദനിൽ ആദാമിനെ കാണാൻ ഇറങ്ങി വന്നത് ആദാം പ്രാർത്ഥിച്ചിട്ടല്ല, ആദാം ചോദിച്ചിട്ടല്ല, ആദാം ആഗ്രഹിച്ചിട്ടുമല്ല. ദൈവം വെറുതെ ഇറങ്ങി വരുവായിരുന്നു. ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ മാറണം. നിങ്ങളുടെ കൂടെ വസിക്കാൻ ദൈവം കൊതിക്കണം, നിങ്ങളുടെ കൂടെ നടക്കാൻ ദൈവം കൊതിക്കണം, എപ്പോഴും നിങ്ങളുടെ സോണിൽ ഇറങ്ങി വരാൻ ദൈവം കൊതിക്കണം. അങ്ങനെ കൊതിക്കണമെങ്കിൽ നാം എപ്പോഴും ദൈവത്തെ ആഗ്രഹിക്കുന്നവരായിരിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം എന്ത് ചെയ്യുമെന്നല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ദൈവത്തെയാണ്. ചേർന്നൊരാമേൻ പറഞ്ഞു. എനിക്ക് 6 വയസ്സായൊരു മകനുണ്ട്. അവനൊരു 3.5 വയസ്സ് കഴിഞ്ഞപ്പോൾ അവനിലൂടെയാണ് ഒരു എൻകൗണ്ടർ എനിക്കുണ്ടായത്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, കുഞ്ഞുകുട്ടികൾ നമ്മളെ വിടത്തില്ല, നമ്മുടെ കാലേ വന്ന് കെട്ടിപ്പിടിച്ച് കരയും, പോകരുതെന്ന് പറയും. അപ്പം നമ്മളിവരെ പറ്റിക്കുന്ന പരിപാടിയുണ്ട്. ഇവൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ പറയും, നിനക്ക് കിൻഡർ ജോയ് വാങ്ങാനാണ് ഞാൻ പോകുന്നത്. കിൻഡർ ജോയ് എന്ന് കേൾക്കുമ്പോൾ ഇവൻ പിടിവിടും, അല്ലേ? ദൈവത്തിനറിയാം, ചിലർക്ക് കിൻഡർ ജോയേ ഉള്ളൂ. എന്നാൽ കുറച്ചിവൻ വളർന്നപ്പോൾ ഞാൻ പുറത്ത് മീറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ എന്നെ പിടിച്ച് കരയും, വിടത്തില്ല, കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ആദ്യം കിൻഡർ ജോയ് പറയും. പക്ഷെ കിൻഡർ ജോയ് പറഞ്ഞപ്പോൾ അതിലിവൻ കരച്ചിൽ അവസാനിപ്പിക്കില്ല. അപ്പം ഞാൻ അടുത്ത കാര്യം പറയും, ലംബോർഗിനിയുടെ കാർ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ വളരുകയാണ്. 3-ാം വയസ്സിൽ നമ്മൾ അവനെ കിൻഡർ ജോയ് പറഞ്ഞു പറ്റിച്ചു. 4 വയസ്സായപ്പോൾ കിൻഡർ ജോയ് പറഞ്ഞാൽ നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ ടോയ്സ് പറയാൻ തുടങ്ങി. അവനിഷ്ടമുള്ള ടോയ്സുകൾ ഓരോന്ന് പറയുമ്പോൾ അപ്പോൾ വയ്ക്കും. എന്നാൽ കുറച്ചുകൂടെ അവൻ മെച്ചൂർഡായപ്പോൾ, ആ പദം ശ്രദ്ധിക്കണം, മെച്യൂരിറ്റി. അടുത്തയാളെ തൊട്ടിട്ടൊന്ന് പറഞ്ഞ മെച്യൂരിറ്റി എന്ന് പറഞ്ഞു. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 25 വർഷം ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നതല്ല. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 50 വർഷമായി എന്ന് പറയുന്നതല്ല. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്നതല്ല. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ദൈവം കാണുന്നത് പോലെ ഒരു കാര്യത്തെ കാണാൻ പഠിക്കുക. അതാണ് സ്പിരിച്വൽ മെച്യൂരിറ്റി. ആ മെച്യൂരിറ്റി നമ്മിലുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും നമ്മൾ പരാജയപ്പെടില്ല. അപ്പോൾ ഇവൻ കുറച്ചുകൂടെ വളർന്നു. ഒരു ദിവസം ഞാൻ ഇറങ്ങിയപ്പോൾ, അത് ഏകദേശം 1 ആഴ്ചയോളം ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാനും ഇവനുമായിട്ട് അത്രയും ക്ലോസ്ഡായി. പെട്ടെന്ന് ഞാൻ പോകാൻ ഇറങ്ങിയപ്പോൾ ഇവനത് ഭയങ്കര ഷോക്കായി, ഭയങ്കരമായിട്ട് കരച്ചിൽ നിൽക്കുന്നില്ല, എനിക്ക് പോവുകയും വേണം. ഞാൻ ഓരോ ഓഫറും അവൻ്റെ മുമ്പിലിട്ടു. ചോക്ലേറ്റ് ഇട്ടു, ടോയ്സ് പറഞ്ഞു, അവന് ഇഷ്ടമുള്ളത് മുഴുവൻ പറഞ്ഞു. അന്ന് ആദ്യമായിട്ടാണ് അവൻ എന്നോട് ഇങ്ങനെ പ്രതികരിച്ചത്. ഞാൻ പറയുന്നതെല്ലാം അവൻ എന്നോട് വേണ്ട വേണ്ട എന്ന് പറയാൻ തുടങ്ങി. മറ്റത് വേണം വേണമെന്നാണ്.
ഇപ്പൊ ഞാൻ ചോക്ലേറ്റ് പറഞ്ഞാൽ വേണ്ട, ടോയ്സ് പറഞ്ഞാൽ വേണ്ട, സൈക്കിൾ വേണ്ട, മറ്റത് വേണം വേണം വേണം, തരൂ 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 തരൂ. പക്ഷെ അന്ന് ആദ്യമായി അവൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യമായി. കാരണം ഇവൻ കരച്ചിൽ നിർത്തുന്നില്ല. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അവസാനം അവനോട് ദേഷ്യത്തോട് ചോദിച്ചു, പിന്നെ നിനക്ക് എന്തോ വേണം? അവൻ എൻ്റെ മുഖത്ത് നോക്കി ഒരു പദം പറഞ്ഞു. അതെൻ്റെ ലൈഫിൽ മറ്റൊരു എൻകൗണ്ടറായി. അവനെ നോക്കി പറഞ്ഞു, എനിക്ക് അപ്പയെ വേണം. ഞാൻ കാറിൽ കയറി മീറ്റിംഗ് സ്ഥലം വരെ ഞാൻ കരഞ്ഞു. എന്താണെന്നറിയോ, നമ്മൾ പലപ്പോഴും ഈ പദം മാത്രം പറയുന്നില്ല. എനിക്ക് സൗഖ്യം വേണം, വിടുതൽ വേണം, നന്മ വേണം, ഉയർച്ച വേണം, അത്ഭുതങ്ങൾ വേണം, സമ്പത്ത് വേണം. നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അപ്പയെ വേണം? അന്ന് എൻ്റെ ലൈഫിൽ വീണ്ടും ഒരു തിരിവ് സംഭവിച്ചു. അപ്പൻ തരുന്നതല്ല ബ്ലെസ്സിങ്, നിന്റെ അപ്പനാണ് നിന്റെ ബ്ലെസ്സിങ്. ചേർന്നൊരു ഹല്ലേലൂയ. അപ്പൊ ദൈവം തരുന്നതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം നമ്മുടെ ദൈവമാണ്. ഒന്നിനു വേണ്ടിയും നമ്മൾ ആരാധിക്കരുത്. കാരണം ബൈബിളിൽ അത്ഭുതമായവരാരും അതിനു വേണ്ടി ഇറങ്ങിയവരല്ല. സ്തോത്രം പറഞ്ഞില്ല. ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ അകത്ത് വരരുത്. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യില്ല എന്നല്ല. നിങ്ങൾ ഈ മൈൻഡ് സെറ്റ് മാറ്റി നോക്കിക്കോ, നിങ്ങളൊരു അത്ഭുതമായിട്ട് മാറും. ഒരിക്കലും പൗലോസിന് അറിയില്ലായിരുന്നു ജയിലിൽ പോയി കൈയടിച്ച് ചങ്ങലയിൽ ആരാധിച്ചാൽ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം ഇളകുമെന്ന്. അറിയാതെ ആരാധിച്ച രണ്ടുപേരുണ്ടെങ്കിൽ അത് പൗലോസും ശീലാസുമാണ്. അവർക്കൊരിക്കലും അറിയില്ലായിരുന്നു ഈ ജയില് പൊളിയുമെന്നോ, കാരാഗ്രഹം അഴിയുമെന്നോ, ചങ്ങല തകരുമെന്നോ. അതിനൊന്നും വേണ്ടി അല്ല അവർ ആരാധിച്ചത്. നിങ്ങൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിനകത്ത് ബന്ധിതരായപ്പോഴും നിങ്ങൾ ദൈവത്തെ ആരാധിച്ചത്? ചങ്ങല അഴിയാനാണോ? അവർ പറയും, അങ്ങനൊരു കൺസെപ്റ്റേ ഇല്ല. അവർക്കറിയില്ല. ഒരു പ്രവാചകൻ അവരോട് പ്രവചിച്ചില്ല. പിന്നെന്തിനാ ആരാധിച്ചേ? വർഷിപ്പ് ഈസ് അവർ ലൈഫ് സ്റ്റൈൽ. ആരാധന ജീവിത ശൈലിയായി മാറിയാൽ നീ കിടക്കുന്ന കാരാഗ്രഹങ്ങൾ പ്രാർത്ഥനാലയങ്ങളായി മാറും. ആരാധന ജീവിത ശൈലിയായി മാറിയാൽ നീ ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം അത്ഭുതങ്ങളായി മാറും. ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ ആകണമെങ്കിലും അതിനൊരു മുൻകരുതലും ഒരു പഠനമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇലക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തനായ രാജാവാക്കാൻ ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തപ്പോൾ കൊട്ടാരത്തിൽ ഒരു പരിശീലനവും കൊടുത്തില്ല. ഒരാട്ടിടയനെയാണ് രാജാവാക്കിയത്. 3 മാസത്തെ കോഴ്സിന് വിട്ടില്ല. രാജാവാക്കാൻ വിളിച്ചതാ, കാട്ടീന്ന് വിളിച്ചുകൊണ്ട് വന്നതാ. പക്ഷെ കോഴ്സിന് വിട്ടില്ല. എന്തിയേ രാജാവേ, നിനക്ക് പരിശീലനം ഇല്ലാത്ത? ദൈവം പറഞ്ഞു, നിന്റെ പരിശീലനമായിരുന്നു നീ അനുഭവിച്ച കാട്. നമ്മൾ പറയുന്നത് എന്ന് കാടിൻ്റെ അവസ്ഥ മാറും അന്ന് ഞങ്ങളെല്ലാം ചെയ്തോളാം, എന്ന് കാടിൻ്റെ അവസ്ഥ മാറും അന്ന് ഞങ്ങളെല്ലാം നടത്തിക്കോളാം. അങ്ങനത്തെ ചിന്താഗതിയാണെങ്കിൽ ഒരിക്കലും കാടിൻ്റെ അവസ്ഥ മാറാനും പോകുന്നില്ല, നീ കൊട്ടാരത്തിൽ വരത്തും. നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ അവസ്ഥകളും ഒരു പരിശീലനമാണെന്ന് വിശ്വസിക്കണം. അവിടെ നമ്മൾ പരിശീലിക്കപ്പെടുമ്പോൾ അടുത്ത ദൈവം തുറന്നിരിക്കും. ഒരിക്കലും കഷ്ടതകളിൽ നിന്ന് ഒളിച്ചോടരുത്. ഒരിക്കലും പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടരുത്. അതിനെ ഡിഫെൻഡ് ചെയ്യണം, അതിനോട് സംസാരിക്കണം, അതിനോട് പ്രവചിക്കണം, അതിനോട് കൽപ്പിക്കണം, അതിനെ ഹാൻഡിൽ ചെയ്യണം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു.
അപ്പം ഇവരാരും ഒന്നിനു വേണ്ടിയും പ്രവർത്തിച്ചവരല്ല. ഇവരുടെ മേലെല്ലാം നിറഞ്ഞു കിടന്നത് ദൈവമായുള്ള ബന്ധമാണ്. ഞാൻ എപ്പോഴും പറയട്ടെ, നമ്മുടെ അകത്ത് ബന്ധം മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനികളുടെ എല്ലാവരുടെയും മനസ്സിൽ ബന്ധമല്ല, ബന്ധനമാണ്. അപ്പം നമ്മുടെ ലൈഫിലെല്ലാം നിറഞ്ഞു കിടക്കുന്നത് ബന്ധനമല്ല, ബന്ധമാണ്. ഈ ബന്ധം എവിടെ തകരുന്നോ അതാണ് ബന്ധം. അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ നിന്നും പുറകിലത്തെ വീട്ടിൽ നിന്നും കുടുംബക്കാരുടെ വീട്ടിൽ നിന്നും അതൊന്നുമല്ല. ദൈവവുമായുള്ള ബന്ധം എവിടെ തകരുന്നോ അത് നിന്റെ ബന്ധനമാണ്. എന്തൊക്കെ തകർന്നാലും ദൈവമായുള്ള ബന്ധം തകരരുത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ബൈബിളിൽ ഹീറോ ആയവരാരും ഇതൊന്നും ആകാൻ വേണ്ടി ഇറങ്ങിയവരല്ല. അവരാരും അവരുടെ പ്രാർത്ഥനാ വിഷയം ദൈവം നടത്തിത്തരണമെന്ന് പറഞ്ഞിറങ്ങിയവരുമല്ല. ബൈബിളിലെ സൂപ്പർ നാച്ചുറൽ പേഴ്സൺസ് പ്രകൃത്യാതീതമായി ജീവിക്കാൻ കാരണം അവർ അവരുടെ വിഷയത്തിൽ നിന്നിറങ്ങി ദൈവത്തിൻ്റെ വിഷയത്തിൽ കയറി. ഹല്ലേലൂയ. ബൈബിൾ നിങ്ങൾ പഠിക്കുന്നവരാണ്. നിങ്ങളുടെ മനസ്സിൽ എല്ലാ ഹീറോസും വരണം. എല്ലാ ഹീറോസും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം. അവരാരും അവരുടെ വിഷയം നിറവേറ്റാൻ ഇറങ്ങിയവരല്ല. അബ്രഹാമിന് ഒറ്റ വിഷയമുള്ളൂ, ഒറ്റ കുഞ്ഞ്. പക്ഷെ ദൈവം അബ്രഹാമിനോട് കുഞ്ഞിനെ കുറിച്ചല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ലാൻഡിനെ കുറിച്ചാണ്. ഞാൻ നിനക്കൊരു കൊച്ചിനെ തരാന്നല്ല ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ദേശത്തിൻ്റെ അവകാശിയാക്കാം. നമ്മൾ അന്ന് ഇറങ്ങിപ്പോകും. കാരണം നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിനല്ല ദൈവം മറുപടി തന്നത്. ഞാൻ നിങ്ങളോട് വീണ്ടും സംസാരിക്കും. നിങ്ങൾക്ക് വളരണം, വർദ്ധിക്കണം. പ്രയർ മാറ്ററിൽ നിന്ന് ഇറങ്ങും, ഡിവൈൻ മാറ്ററിലോട്ട് കയറും. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ. ദൈവം ഒരിക്കൽ എന്നോട് ചോദിച്ചു, ഇന്ന് രാത്രി നിന്റെ പ്രശ്നം മുഴുവൻ ഞാൻ മാറ്റിത്തരാം, പക്ഷേ ഇനി ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് വരരുത്. അപ്പോഴെനിക്ക് മനസ്സിലായ ഈ പ്രശ്നം മുഴുവൻ ഇന്ന് രാത്രി കൊണ്ട് മാറിയാൽ അടുത്ത മാസം അടുത്ത പ്രശ്നമായിട്ട് നമ്മൾ വരും. അങ്ങനെ വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണണം. ദൈവനോട് ചോദിച്ചു, മോനെ നിന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഇന്ന് നിർത്തിത്തരാം, പക്ഷേ ഇനി ഒരു പ്രശ്നമായിട്ട് വരരുത്. ഞാൻ പറഞ്ഞു അല്ല, പ്രശ്നങ്ങൾ ഇനിയും വരും. ദൈവനോട് ചോദിച്ചു, നിന്റെ പ്രശ്നത്തിനകത്ത് ഞാൻ വന്നാൽ ഞാൻ ചെറുതാവും. എൻ്റെ വാസ്തവേ ഞങ്ങൾക്കേ അറിയാവൂ ഞങ്ങളുടെ കഷ്ടത എന്തെന്ന്. ഇന്നിവിടെ ഇരിക്കുന്ന ആരെക്കാളും കഷ്ടത അനുഭവിച്ച ആളാണ് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അതിൽ പൂർണ്ണ ധൈര്യമുണ്ട്. 18-ാമത്തെ വയസ്സ് മുതൽ 1.5 വർഷം ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ റോഡ് ടാറ് ചെയ്യുന്ന ജോലിക്ക് നടന്ന ചെറുപ്പക്കാരനാണ് ഞാൻ. ആ പട്ടണത്തിലേക്കാണ് ദൈവം എന്നെ മടക്കി വരുത്തിയത്. 7-ാമത്തെ വയസ്സിൽ അപ്പൻ മരിച്ചു. 8-ാമത്തെ വയസ്സിൽ കുടുംബം തകർന്നു. വെടിവെച്ചൻ കോവിൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? വെടിവെച്ചൻ കോവിലൊരു അമ്പലം ഇരിപ്പുണ്ട്, അതിൻ്റെ പുറകിലൊരു സ്ഥലമുണ്ട്, ഭഗവതി നട. അതാണ് എൻ്റെ നാട്. 8-ാമത്തെ വയസ്സിൽ ആ നാട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണ്, ശാപം എന്ന പേരിൽ. പക്ഷെ ഇന്നെൻ്റെ കുടുംബക്കാരിൽ പലരും ഞായറാഴ്ച എൻ്റെ കൂടെ ആരാധിക്കുന്നതിന് കാരണം യേശു 2ാമത് വരുമെന്ന് അവരെ പഠിപ്പിച്ചതുകൊണ്ടല്ല. ഏത് ശപിക്കപ്പെട്ടവനെയും യേശുവിന് മഹത്വമാക്കി മാറ്റാൻ കഴിയുമെന്ന് തെളിയിച്ചതുകൊണ്ടാണ്. തെളിയിക്കണം, 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 തെളിയിക്കണം. അത്രയും തകർന്നു പോയ ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ അറിഞ്ഞ സത്യമാണ് എന്നെ സ്വതന്ത്രമാക്കിയത്. അപ്പം ഇവരാരും ഇവരുടെ വിഷയത്തിൽ ഇറങ്ങിയവരല്ല. ഒരു കൊച്ചിന് വേണ്ടി ഇറങ്ങിയ ആളാണ് അബ്രഹാം. പക്ഷെ 99-ാമത്തെ വയസ്സിൽ ആ പുള്ളിയുടെ പ്രാർത്ഥനാ വിഷയം നടക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കുക.
നമുക്കാണെങ്കിൽ 4-ാമത്തെ ആഴ്ച നടക്കണം, ഇല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങോട്ട് വരത്തുപോലും. പുള്ളി 99-ാമത്തെ വയസ്സിലാണ് പുള്ളിയുടെ പ്രാർത്ഥനാ വിഷയം നടന്നത്. പക്ഷെ പുള്ളി ഇറങ്ങിയ അന്നു മുതൽ ദൈവത്തിൻ്റെ മാറ്റർ നടന്നുകൊണ്ടേയിരുന്നു. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ മാറ്ററിൽ നിന്ന് ഇറങ്ങണം, ദൈവത്തിൻ്റെ മാറ്ററിൽ കയറണം. നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവത്തെ കൊണ്ടുവന്നാൽ ദൈവം ചെറുതാവും. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ കയറിയാൽ നമ്മൾ വലുതാവും. എന്നോട് ദൈവം ചോദിച്ചു, ഞാൻ ചെറുതാകണോ നീ വലുതാവുന്നു? ഞാൻ പറഞ്ഞു, നീ ചെറുതാകരുത്, ഞാൻ വലുതാവും. അന്ന് എൻ്റെ പ്രെയർ മാറ്റർ ഞാൻ അവസാനിപ്പിച്ചതാണ്. നിങ്ങൾ മിണ്ടിയില്ല. ഞാൻ എൻ്റെ വിഷയം പ്രാർത്ഥിക്കാറില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മാറ്റർ ഞാൻ പറയില്ല, എൻ്റെ സാഹചര്യം ഞാൻ പറയില്ല. കാരണം എനിക്കറിയാം ഞാൻ അവൻ്റെ മാറ്ററിലാണ്. ആമേൻ. പറയാൻ ഒരുപാടുണ്ട് കേട്ടോ. എന്ന് ഈ കാര്യങ്ങൾ എന്നിൽ സംഭവിച്ചോ അന്ന് ഞാൻ കണ്ടു ഞാൻ വളരുന്നു. ഒരാമേൻ പറ. ഒരമ്മയ്ക്കും ഒരു പെങ്ങൾക്കും നല്ലൊരു ആഹാരം വാങ്ങിക്കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. അവരെ നല്ലൊരു വീട്ടിൽ പാർപ്പിക്കാൻ കഴിവില്ലാത്തവനായിരുന്നു ഞാൻ. പക്ഷെ ഇന്നെൻ്റെ വീട്ടിൽ 10-ലധികം ആൾക്കാർ ജീവിക്കുക. 10-ലധികം ആൾക്കാർ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇതെങ്ങനെയാ പാസ്റ്ററെ? ഇറ്റ്സ് എ റെവലേഷൻ. റെവലേഷൻ നമ്മെ വിശാലമാണ്. ദൈവത്തിൻ്റെ മാറ്ററിലേക്ക് വരണം. ആ വന്നവരാണ് സൂപ്പർ നാച്ചുറലായി മാറിയത്. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാം അവിടെ നിൽക്കട്ടെ. എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ച് പറയാനുള്ളത്? ദൈവത്തിന് ഞാൻ ആരാണ്? ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ വ്യാപരിക്കുന്നത് ലിറ്റിൽ ഫെയ്ത്താണ്. നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചത് ഭയത്തിൽ നിന്നാണ്. ഭയത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾക്കകത്ത് ഭയപ്പെടുമ്പോൾ നാം പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ നിറഞ്ഞു കിടക്കുന്നത് സ്പിരിറ്റ് ഓഫ് ഫിയർനെസ് ആണ്. പ്രാർത്ഥനയ്ക്കകത്ത് വ്യാപരിക്കേണ്ടത് സ്പിരിറ്റ് ഓഫ് ഫിയർനെസ് അല്ല, സ്പിരിറ്റ് ഓഫ് സൺഷിപ്പാണ്. ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് ആരാധിക്കാം. നമ്മുടെ ആരാധനയ്ക്കകത്ത് നിറഞ്ഞു കിടക്കേണ്ടത് ഭയമല്ല, ധൈര്യമായിരിക്കണം. നാം ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് നിറഞ്ഞു കിടക്കേണ്ടത് കറേജ് ആയിരിക്കണം. യേശുവിൻ്റെ ഓരോ പ്രാർത്ഥനയും ഭയത്തിൽ നിന്നല്ലായിരുന്നു, ധൈര്യത്തിൽ നിന്നായിരുന്നു. ഈ ഒരു ശൈലി നമ്മളിലേക്ക് വന്നാൽ നമ്മളറിയാതെ നമ്മൾ വളരും. യേശു അവരോട് പറഞ്ഞു, ഇത് ലിറ്റിൽ ഫെയ്ത്താണ്. പ്രശ്നം വരുമ്പോൾ യേശുവിനെ വിളിക്കുന്ന ലിറ്റിൽ ഫെയ്ത്താണ്. അടുത്ത സമയത്ത് യേശു കടലിലൂടെ നടന്നു വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാനും ഇറങ്ങി വരും. യേശു പറഞ്ഞു, ഇറങ്ങി വരാൻ പറഞ്ഞു. പക്ഷെ കടലിൻ്റെ സാഹചര്യം മാറ്റിയില്ല. വെള്ളമായിട്ട് തന്നെ നിന്നു. അതിനകത്തൊരു ചേഞ്ച് സംഭവിച്ചില്ല. പക്ഷെ പത്രോസ് ഇറങ്ങി നിന്നപ്പോൾ കടലിൻ്റെ മീതെ പത്രോസ് നിന്നു. വെള്ളം തന്നെയാണ്, കടൽ തന്നെയാണ്. മാറിയത് വെള്ളമല്ല, മാറിയത് പത്രോസാണ്. നിങ്ങളുടെ ലൈഫിലെ സകല സാഹചര്യങ്ങളെയും ചേഞ്ച് ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ ചേഞ്ച് ആവും. വീണുപോയ മനുഷ്യനോട് പറഞ്ഞു, നീ പൊടിയാ. പാമ്പിനോട് പറഞ്ഞു, നീ പൊടി തിന്ന് ജീവിക്കും എന്ന് പറഞ്ഞ് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വെച്ചാൽ വീണുപോയവനാണ് ഇവൻ്റെ ആഹാരം. പാപത്തിൽ വീണുപോയവനുണ്ടെങ്കിലേ പാമ്പുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ എലിശല്യം ഉണ്ടെങ്കിലേ പാമ്പ് വരൂ. കേട്ടില്ല? പറമ്പിൽ പാമ്പിന് ആഹാരം ഉണ്ടെങ്കിലേ അത് അതുവഴി പോകൂ.
പട്ടിണി കിടക്കാൻ വേണ്ടി ഏതെങ്കിലും പമ്പ് വീട്ടിൽ വരൂ? എന്നാലും അവിടെ ആഹാരമൊന്നുമില്ല, എന്നാലും ഞാൻ പോയി പട്ടിണി കിടന്നോളാം. പട്ടിണി കിടക്കാൻ ആരെങ്കിലും വരുമെങ്കിൽ പിന്നെ അവൻ്റെ അടക്കം എടുത്താൽ മതി. ഒരുത്തനെ കൊല്ലാൻ പട്ടിണിക്കിട്ടാൽ മതി. എൻ്റെ വീട്ടിൽ പിശാചിന് ആഹാരമില്ല. ഞാൻ അവൻ്റെ ഇരയുമല്ല. വീണുപോയവനാണ് അവൻ്റെ ആഹാരം. ഞാൻ വീണുപോയവൻ്റെ മകനല്ല. യേശു മരിക്കുന്നതുവരെ മരണം ഹീറോയായിരുന്നു. യേശു മരിച്ചയെന്ന് മരണം തീർന്നു. ഇതിൻ്റെ പുറകിൽ ഇവിടെ നിന്ന് പോകാൻ ഒരു വാതിലപ്പുറത്തില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഡോറ് വരാത്തത്, അതുകൊണ്ടാണ് ഇവിടെ ലോക്ക് വരാത്തത്, അതുകൊണ്ടാണ് ഇവിടെ കീയു ഇല്ലാത്തത്. കാരണം ഇതിനപ്പുറത്തൊന്നുമില്ല. ലോകം മുഴുവൻ പറഞ്ഞു മരണമാണ് സകലത്തിൻ്റെയും ക്ലൈമാക്സ്, മരണം എല്ലാത്തെയും അവസാനിപ്പിക്കും. യേശു മരിക്കുന്നത് വരെ മാത്രം. യേശു മരിച്ചപ്പോൾ സ്റ്റേറ്റ്മെന്റ് മാറി. മരണം യേശുവിനെ അവസാനിപ്പിച്ചതല്ല, യേശു മരണത്തെ അവസാനിപ്പിച്ചു. പത്മോസിൽ ഇറങ്ങി വന്ന യേശു യോഹന്നാന് കാണിച്ചു കൊടുത്തത് ചൂണ്ടക്കൊളുത്തും ഈയക്കട്ടയും അത്തിക്കഷ്ണവും വെച്ച് അടിച്ചു കീറിയ യേശുവിൻ്റെ മുറിവിൻ്റെ പാടല്ല, തലയിൽ അടിച്ച മുൾക്കിരീടത്തിൻ്റെ പാടല്ല. യേശു ഉയർത്തി കാണിച്ചത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലാണ്. ഇതൊരു ഡോറാണ്, ഇതിന് താക്കോലുണ്ട്. കാരണം ഇതിനപ്പുറത്ത് ഇനിയുണ്ട്. മരണത്തിൻ്റെ താക്കോൽ യേശു എടുത്തെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ മരണം അവസാനിക്കുകയാണ്, മരണത്തിനും അപ്പുറത്ത് മറ്റൊന്നുണ്ടെന്ന് യേശു തെളിയിക്കുകയാണ്. വീണുപോയവനെ ഉണ്ടെങ്കിലേ സാത്താൻ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഈ സത്യം തിരിച്ചറിയാതെ ഇന്നും രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞവർ, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞവർ, വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞവർ, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാന്ന് പറഞ്ഞവർ ഈ സത്യത്തിൻ്റെ 1% പോലും അറിയാതെ പിശാചിന് ഇരകളായി ജീവിക്കുക. അവിടെയാണ് നമ്മെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഈ തലമുറയിൽ വളരെ പ്രഷ്യസാണ്. നമ്മുടെ അസൈൻമെൻറ്റ് വളരെ വിലപ്പെട്ടതാണ്. നമ്മിലൂടെ ഒരു ജനറേഷൻ എഴുന്നേൽക്കണം. നമ്മിലൂടെ കൾച്ചർ മാറണം. എൻ്റെ കുടുംബത്തിൽ വീണുപോയ ഒരാളില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ പിശാചിന് യാതൊരു സ്ഥാനവുമില്ല. എൻ്റെ വീട്ടിലോ എൻ്റെ ജീവിതത്തിലോ ഞാൻ അവൻ്റെ ആഹാരമല്ലെങ്കിൽ അവനൊരിക്കലും നിൻ്റെ ടെറിട്ടറിയിൽ വരില്ല. ഞാൻ ഇന്നു പകൽ നിങ്ങളോട് പറയുന്നു, നമ്മൾ അവൻ്റെ ആഹാരം അല്ല. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കാൻ യേശു വന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ വന്നു. നമ്മോട് ദൈവം പറയുന്നു, നിങ്ങൾ ഭരിക്കണം. എവിടെ നിങ്ങൾ തകർന്നോ, എവിടെ നിങ്ങൾ മരിച്ചോ, അവിടെ നിങ്ങൾ ഭരിക്കണം. ശാപത്തിൻ്റെ വീട്ടിൽ ജനിച്ചത് തെറ്റല്ല, പക്ഷേ അതേ ശാപത്തിൻ്റെ വീട്ടിൽ ശപിക്കപ്പെട്ടവരായി മരിക്കുന്നത് തെറ്റാണ്. ദാരിദ്ര്യത്തിൻ്റെ വീട്ടിൽ ജനിച്ചത് തെറ്റല്ല, നീ മരിക്കുമ്പോഴും ആ വീട് ദാരിദ്ര്യമാണെങ്കിൽ അത് തെറ്റാണ്. നീ പ്രതിസന്ധിയുള്ള വീട്ടിൽ ജനിച്ചത് തെറ്റല്ല, പക്ഷെ നീ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴും ആ വീടിനൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ അത് തെറ്റാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കരയാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. എന്നോ കരഞ്ഞോ എന്ന് കരുതി എന്നും കരയരുത്. എന്നോ തകർന്നെന്ന് കരുതി എന്നും തകരരുത്. എന്നും കരയാനും എന്നും തകരാനും എന്നും വേദനിക്കാനും എന്നും പരാജയപ്പെടാനുമല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവത്തിന് നമ്മോട് പറയാൻ 3 വാക്കേ ഉള്ളൂ: വളരുക, വർദ്ധിക്കുക, വാഴുക. ഞാൻ നിന്നെ സൃഷ്ടിച്ചത് മരിക്കാനല്ല, ഭരിക്കാനാണ്.
ഞാൻ നിന്നെ ഭൂമിയിൽ അയച്ചത് മരിച്ചിട്ട് പോകാനല്ല, ഭരിച്ചിട്ട് പോകാനാണ്. സ്വർഗത്തിലും നമ്മൾ ഭരിക്കും, ഭൂമിയിലും നമ്മൾ ഭരിക്കും. ദൈവം പറഞ്ഞു, സങ്കീർത്തനം 115, സ്വർഗം യഹോവയുടെ സ്വർഗം, ഭൂമി അവൻ നിനക്ക് തന്നിരിക്കുന്നു.